മദ്യപാന മത്സരത്തിൽ ഒറ്റയടിക്ക് 13 പെഗടിച്ച് വിജയിച്ച താരം. അടിയും ഇടിയും നിത്യജീവിതത്തിലും. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടത് പല തവണ. ജയലളിതയെ വരെ വരച്ച വരയിൽ നിർത്തിയ വാശി. ഇപ്പോൾ ഹിമാലയത്തിൽ ആശ്വാസം തേടുന്ന സന്യാസ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വിചിത്ര ജീവിതം അറിയാം ഇൻഡെപ്തിലൂടെ. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് സങ്കല്പിക്കാൻ കഴിയുമോ? പക്ഷേ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമയായ ഉഴൈപ്പാളി 1993 റിലീസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്നൊക്കെ ഒരു രജനി പടം എന്നാൽ 3 പൂരത്തിനുള്ള തിരക്കാണ് തിയേറ്ററിൽ. അങ്ങനെ ആദ്യ ദിനം ടിക്കറ്റ് കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് സേലത്ത് നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ ട്രെയിനിന് തലവെച്ചത്. സ്വന്തം ടീമിനെ വെച്ച് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷം ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും ആജീവനാന്ത സംരക്ഷണവും അന്ന് രജനി ഏറ്റെടുത്തത് വാർത്തയായിരുന്നു. 2020 ഏപ്രിലിൽ ചെന്നൈയിൽ നടന്ന സംഭവം ഞെട്ടിക്കുന്നതാണ്. ചെന്നൈയിലെ മാരക്കാണത്ത് കോവിഡ് ദുരിതാശ്വാസത്തിന് താരങ്ങൾ നൽകിയ പണത്തെക്കുറിച്ചുള്ള വാദം കൊലപാതകത്തിലാണ് കലാശിച്ചത്. രജനീകാന്ത് ആരാധകനായ യുവരാജാണ് വിജയ് ആരാധകനായ യുവാവിനെ കൊലപ്പെടുത്തിയത്. കോവിഡ് ദുരിതാശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകിയത് വിജയ് ആണെന്നായിരുന്നു യുവരാജ് വാദിച്ചത്. എന്നാൽ ഇത് ദിനേശ് നിഷേധിച്ചു. പിന്നീട് ഇരുവരും തമ്മിൽ തർക്കമായി. ഇതാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. അതാണ് തമിഴകം. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന മഹാരാഷ്ട്രയിൽ ജനിച്ച ബംഗളൂരു വഴി മദ്രാസിലെത്തി രജനീകാന്തായി ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ആ 75-കാരനെ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്നീ വാക്കുകളൊന്നും അയാളെ ഒതുക്കാൻ കഴിയില്ല. അയാളൊരു വികാരമാണ്. അയാൾ സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി ഒരു ഭരണമാറ്റത്തിന്. തനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ 5 ഡയലോഗുകളായി രജനി സിനിമയിൽ അവതരിപ്പിച്ചു. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് രജനീകാന്ത് മറുപടി പറഞ്ഞത്, ഞാൻ എപ്പോ വരുവേൻ എപ്പടി വരുവേന്ന് യാർക്കും தெரியாது, ആണാ വര വേണ്ടിയ നേരത്തിലെ കറക്റ്റാ വരുവേൻ എന്ന ഡയലോഗുകളിലൂടെയായിരുന്നു. പക്ഷെ പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ച അദ്ദേഹം സിനിമയിലേക്ക് തന്നെ എത്തി. ഇന്നും വിഗ് ഉപയോഗിക്കാതെ തന്റെ കഷണ്ടി തല കാട്ടി രജനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്റ്റൈൽമാനെ ജനം തലൈവ എന്ന് വിളിക്കുന്നു. ഇന്ന് ഈ 75ാം പിറന്നാളിന്റെ സമയത്തും അദ്ദേഹം തന്റെ കർമ്മമേഖലയിൽ സജീവമാണ്. ഒരു അസാധാരണ ജന്മം തന്നെയാണ് രജനി. ഒരു പുഴു പൂമ്പാറ്റയാവുന്നത് പോലുള്ള പരിണാമ ചക്രമാണ് അദ്ദേഹത്തിൻ്റെത്. കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പത്തിലേക്ക് കുടിയേറിയ മറാം കുടുംബത്തിൽ 1950 ഡിസംബർ 12 പോലീസ് കോൺസ്റ്റബിളായ റാണോജി റാവു ഗേദ്വാഗ് റാംഭായി ദമ്പതികൾക്ക് ജനിച്ച മകനാണ് ശിവാജി. പിന്നീട് ജോലിയുടെ ഭാഗമായി റാണോജിക്ക് ബാംഗ്ലൂർ നഗരത്തിലെ ഹനുമന്ത് നഗറിലേക്ക് മാറേണ്ടി വന്നു. അവിടെയാണ് ബാല്യം. കൗമാരത്തിലെ തെറിച്ച കൂട്ടുകെട്ടുകളായിരുന്നു രജനിക്ക്. വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനവും. മദ്യപിക്കാനായി 10 പൈസയ്ക്ക് അരിച്ചാക്ക് ചുമന്ന കഥ വരെ ഈ സൂപ്പർ സ്റ്റാറിന്റെ പൂർവാശ്രമത്തിലുണ്ട്. ചെറുപ്പത്തിലെ അടിപിടിയും പതിവായിരുന്നു. ശിവാജിയുടെ അമ്മ മരിച്ചതോടെ മൂത്ത ജ്യേഷ്ഠനായ സത്യനാരായണ റാവു ആയിരുന്നു ശിവാജിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ വളർന്ന ശിവാജി കൗമാരപ്രായത്തിൽ തന്നെ മദ്യപിച്ചു തുടങ്ങി. ശിവാജിയെ പോലീസുകാരനാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന റാണോജി മകനോട് 10ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ പറഞ്ഞെങ്കിലും തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു മകന്റെ മറുപടി. ഇടയ്ക്ക് നാടകങ്ങളിൽ അഭിനയിച്ച ശിവാജി അഭിനയമോഹം തലയ്ക്ക് പിടിച്ച മദ്രാസിലേക്ക് നാട് വിട്ടെങ്കിലും ഏറെ താമസിയാതെ തിരികെ ബാംഗ്ലൂരിലേക്ക് തന്നെ എത്തി. ബാംഗ്ലൂരിലെ ശേഷാദ്രിപുരം പ്രദേശത്തെ മൈസൂർ മിഷനറിയിലും ബന്ധുവിന്റെ അരിക്കടയിലും ജോലി ചെയ്ത രജനി പിന്നീട് ചേട്ടന്റെ നിർബന്ധപ്രകാരം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലിക്ക് കയറി. അന്നും നാടകത്തിലൊക്കെ അഭിനയമുണ്ട് കേട്ടോ. തുടർന്നാണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുവഴി സിനിമയിലും എത്തുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാനെത്തിയ സംവിധായകൻ കെ ബാലചന്ദ്രൻ തന്റെ പുതിയ ചിത്രമായ അപൂർവ രാഗങ്ങളിൽ ശിവാജിക്ക് വേഷം നൽകാമെന്നും എന്നാൽ അതിന് തമിഴ് പഠിക്കണമെന്നും പറഞ്ഞു. വളരെ പെട്ടെന്ന് ശിവാജി തമിഴ് സംസാരിക്കാൻ പഠിച്ചു. തമിഴിൽ ശിവാജി ഗണേശൻ കത്തി നിൽക്കുന്ന സമയമാണത്. സ്വാഭാവികമായി ശിവാജി എന്ന പേര് മാറ്റാൻ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നു. അങ്ങനെ ശിവാജി രജനീകാന്തായി മാറി. ഒരുപാട് അപമാനങ്ങളിലൂടെ കടന്നുപോയ നടനാണ് രജനി. ആദ്യകാലത്ത് കമലഹാസൻ സിനിമകളിലെ വില്ലനായിട്ടായിരുന്നു അദ്ദേഹം. അന്നൊരു സിനിമാ സെറ്റിൽ ആരോടും മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന രജനിയെ കണ്ട കാര്യം നടി സുഹാസിനി എഴുതിയിട്ടുണ്ട്. വെളുത്ത് തുടുത്ത് ചുവന്നു നിൽക്കുന്ന കമലിനൊപ്പമായിരുന്നു അന്ന് പ്രൊഡക്ഷൻ ടീമും ആരാധകർ മൊത്തവും. പക്ഷേ കെ ബാലചന്ദ്രനെ പോലെയുള്ള സംവിധായകൻ അന്നേ പറഞ്ഞിരുന്നു ഭാവിയുടെ നടൻ ആ മൂലയ്ക്ക് ഇരിക്കുന്നവനാണെന്ന്. ആദ്യകാലത്ത് നിറം രജനിക്ക് വലിയ ബ്ലാക്ക് മാർക്കായിരുന്നു.
കറുത്തവനെ ഹീറോയാക്കാൻ കഴിയില്ലെന്ന് പലരും പച്ചയ്ക്ക് പറഞ്ഞു. പിൽക്കാലത്ത് ആ കറുത്ത നിറം തന്നെ രജനിയെ തുണച്ചു. തന്നെ നാടൻ തമിഴൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ആ മഹാരാഷ്ട്രക്കാരന് കഴിഞ്ഞു. 1980കളിൽ അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കായി രജനി അഭിനയിച്ച ബില്ല എന്ന ചിത്രം റിലീസ് ചെയ്തു. മെഗാ ഹിറ്റായി മാറി. അയാൾ സൂപ്പർ താരമായി. പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടായില്ല രജനിക്ക്. തുടക്കകാലത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ രജനിക്ക് ആഘോഷറാവാണ്. അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുക, വീഴുന്നത് വരെ മദ്യപിക്കുക, പാർട്ടികളിൽ പങ്കെടുക്കുക എന്നതൊക്കെയായിരുന്നു അക്കാലത്തെ ഹോബിയെന്ന് സിനിമാ പത്രപ്രവർത്തകൻ ഗണേഷ് സുഗുണൻ എഴുതിയിട്ടുണ്ട്. പല പാർട്ടികളിലും രജനി തല്ലുണ്ടാക്കിയതായി വാർത്തകൾ വന്നു. തനിക്കെതിരെ എഴുതിയ ഒരു മാധ്യമ പ്രവർത്തകനെ ചവിട്ടി തള്ളിയിട്ടതായും പറയുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ളതും ഇല്ലാത്തതുമായ കഥകൾ നിറഞ്ഞു. മദ്രാസിൽ താരങ്ങളുടെ മദ്യപാന മത്സരം നടത്തിയെന്നും അതിൽ 13 പെഗ് ഒറ്റയടിക്ക് അടിച്ച് രജനി ചാമ്പ്യനായെന്നും ഒരു കഥയുണ്ട്. അതായത് തമിഴ് മാസികകൾ വന്ന വാർത്തയാണ്, എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല. രജനീകാന്തിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണ പ്രണയകഥ കൂടിയുണ്ട്. തന്റെ ജീവിതം മാറ്റിമറിച്ച് പ്രണയിനെ തേടി നടക്കുകയാണ് ഈ 75-ാം വയസ്സിലും അദ്ദേഹം. മലയാളത്തിൽ ഹിറ്റായ കഥ പറയുമ്പോൾ എന്ന സിനിമ കുസേലൻ എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിന്റെ പ്രണയകഥയുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ ബസ് കണ്ടക്ടറായിരിക്കെയാണ് രജനിയെ പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. ആദ്യം ഒരു ഉടക്കയിലൂടെയാണ് അവർ പരിചയപ്പെട്ടത്. അന്ന് പകൽ കണ്ടക്ടർ പണിയും രാത്രി നാടകാഭിനയവുമായിരുന്നു ശിവാജി റാവു ഗെഗ്വാദ് എന്ന ആ ചെറുപ്പക്കാരന്റെ ജോലി. പരിചയം സൗഹൃദമായി, അത് പ്രണയമായി, പിന്നെ അവൾക്കായുള്ള കാത്തിരിപ്പാണ്. ഒരു ദിവസം തന്നെ വീടിന്റെ അടുത്തുള്ള പ്രാദേശിക സമിതിയുടെ നാടകത്തിൽ താൻ അഭിനയിക്കുന്നുണ്ടെന്നും അത് കാണാൻ വരണമെന്ന് രജനി യുവതിയെ ക്ഷണിച്ചു. അവൾ വന്നു. രജനിയുടെ അതിഗംഭീരമായ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ടാണ് അവൾ മടങ്ങിയത്. ആ പെൺകുട്ടിയാണ് രജനിയെ അഭിനയം പഠിക്കാൻ നിർദ്ദേശിച്ചത്. പക്ഷെ അതിനുള്ള പണമൊന്നും തന്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മദ്രാസിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 2 വർഷ പ്രവേശനത്തിലുള്ള അഡ്മിഷൻ കിട്ടിയെന്നൊരു കാർഡാണ് രജനി എന്ന ശിവാജി റാവുവിനെ തേടിയെത്തുന്നത്. താൻ അപേക്ഷിക്കുക പോലും ചെയ്യാതെ ഇതെങ്ങനെ വന്നുവെന്ന് അമ്പരം നിൽക്കവേ അവൾ സത്യം പറഞ്ഞു. ശിവാജിക്ക് വേണ്ടി അപേക്ഷിച്ചത് അവളാണ്. നിങ്ങളുടെ മേഖല അഭിനയമാണ്, അതിൽ ഉറച്ചു നിൽക്കണം, വലിയ നടനാവണം, ബാനറും പോസ്റ്ററും എവിടെയും ഉയരുന്നത് കാണണമെന്നും അവൾ നിർബന്ധിച്ചപ്പോൾ ശിവാജി സമ്മതിച്ചു. പഠിക്കാനുള്ള കാശും അവൾ അയച്ചു തരാമെന്ന് സമ്മതിച്ചു. സുഹൃത്തായ രാജ് ബഹാദൂർ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. 1973 മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശിവാജിക്ക് 2 വർഷത്തെ പഠനകാലത്ത് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും രാജ് ബഹാദൂർ ശ്രദ്ധിച്ചിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനിയുടെ സഹപാഠിയായിരുന്നു നടൻ ശ്രീനിവാസൻ. അന്ന് മണി ഓർഡർ വരുമ്പോൾ ആരും കാണാതിരിക്കാനായി പോസ്റ്റ്മാനെ കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്ക് രജനി കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറയുന്നു. കാരണം ആ മണി ഓർഡറിൽ ചില്ലറത്തുട്ടുകൾ വരെ ഉണ്ടാകും. അന്ന് അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു രജനിക്ക്. പ്രണയിനിയും ഒരുപാട് പണം അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇടയ്ക്ക് ഒരു ഇടവേള കിട്ടിയപ്പോൾ അവളെ കാണാനായി രജനി ബാംഗ്ലൂരിലേക്ക് കുതിച്ചു. പതിവ് മീറ്റിംഗ് പ്ലേസിലൊന്നും അവളെ കാണാഞ്ഞതിനാൽ അദ്ദേഹം അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ വീട് അടഞ്ഞു കിടന്നു. ആ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നല്ലാതെ ഒരു വിവരവും അയൽവാസികൾക്ക് അറിവില്ലായിരുന്നു. നിർഭാഗ്യവാനായ രജനി ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ആ അന്വേഷണം 50 വർഷത്തോളമായിട്ടും ഇദ്ദേഹം ഇന്നും തുടരുന്നുണ്ട്. ഈ കഥ പറയുമ്പോഴൊക്കെ രജനിക്ക് അറിയും. നടൻ ദേവൻ ഈ കഥ പറഞ്ഞ് തന്റെ മുന്നിൽ നിൽക്കുന്ന സൂപ്പർ താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമയിലെ സൂപ്പർ താരം ബാർബർ ബാലനെ തേടി നടക്കുന്നത് പോലെ രജനിയും ആ പെൺകുട്ടിയെ തേടി നടക്കുകയാണ്. അവൾ ഇതുവരെ വന്നിട്ടില്ല. ഈ കഥ ഭാര്യ ലതയോടും രജനി പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും നിങ്ങൾ അവളെ കാണുമെന്ന് താനും ഭർത്താവിനെ ആശ്വസിപ്പിക്കാറുണ്ടെന്നാണ് ഒരഭിമുഖത്തിൽ രജനീകാന്തിന്റെ ഭാര്യ പറയുന്നത്. വിവാഹത്തിന് മുൻപും ശേഷവും എന്നിങ്ങനെ 2 ജീവിതത്തിൽ 2 കാലഘട്ടമുണ്ടെന്ന് രജനീകാന്ത് പറഞ്ഞിരുന്നു. ഇന്ന് കാണുന്ന രീതിയിൽ തന്നെ മാറ്റിയെടുത്തതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം കൊടുക്കുന്നത് ഭാര്യ ലതയ്ക്കാണ്. താൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാരണം ഭാര്യയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചെന്നൈയിൽ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സൂപ്പർ താരമതി ഈയിടയ്ക്കും പറഞ്ഞിരുന്നു. മദ്യപാനശീലം കാരണം ജീവിതത്തിൽ പലതും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രജനി തുറന്നടിക്കുന്നു. കണ്ടക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് മദ്യവും സിഗരറ്റും നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങളും തനിക്ക് നിർബന്ധമായിരുന്നു. ആദ്യമായി മദ്യപിച്ച് വീട്ടിൽ വന്നപ്പോൾ ശിവാജി ഇത് നിനക്ക് ആപത്താണെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രായത്തിൽ അത് മനസ്സിലാക്കാനോ തിരുത്താനോ തോന്നിയില്ല. അക്കാലത്ത് ദിവസത്തിൽ 2 നേരം ഇറച്ചി കഴിക്കും. ഒരുപാട് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യും. എത്ര സിഗരറ്റ് പാക്കറ്റുകൾ വലിച്ചു തള്ളാറുണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും രജനി പറയുന്നുണ്ട്. അക്കാലത്ത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരെ കണ്ടാൽ പാവം തോന്നുമായിരുന്നു. മദ്യം, സിഗരറ്റ്, മാംസഭക്ഷണം എന്നിവ ഒരു മാരക കോമ്പിനേഷനാണ്. ഇത് 3 അളവിലധികം തുടർച്ചയായി ഒരുപാട് വർഷങ്ങൾ കഴിച്ചവർ എൻ്റെ അറിവിൽ 60 വയസ്സിനപ്പുറം ജീവിച്ചിട്ടില്ല. എല്ലാവരും അതിനുള്ളിൽ ലോകം വിട്ടുപോയി. ഇതുപോലെ അച്ചടക്കമില്ലാതെ ജീവിച്ച എന്നെ സ്നേഹം കൊണ്ട് മാറ്റിയെടുത്ത ലതയാണ് എന്നെ അച്ചടക്കമുള്ളവനാക്കി ലത മാറ്റിയെന്ന്
സൂപ്പർ താരത്തിന്റെ ഈ വാക്കുകൾ കയ്യടിയോടെ സദസ്സ് സ്വീകരിച്ചിരുന്നുവെന്ന്. തന്റെ സിനിമകളിൽ മദ്യപിക്കുന്ന രംഗങ്ങൾ പാടില്ല എന്ന് രജനി തീരുമാനിച്ചു. പിന്നീട് സൂര്യ, വിജയ്, അജിത്ത് പോലുള്ള നടന്മാരും സിനിമയിൽ മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ആയ രംഗങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു. സൗന്ദര്യമുള്ളതും വെളുത്ത നിറവുമുള്ളൊരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുമെന്ന തന്റെ വാശിയായിരുന്നുവെന്നാണ് രജനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. പണ്ട് ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന കാലത്ത് ഒരു യുവതിയുമായി പ്രണയത്തിലാവുന്നതിന് മുൻപ് മറ്റൊരു പെൺകുട്ടിയോട് രജനി വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. അന്ന് നിറത്തിന്റെ പേരിൽ ആ കുട്ടി രജനിയെ അപമാനിച്ചിരുന്നു. ഇതോടെയാണ് ജീവിതത്തിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു വെളുത്ത പെണ്ണിനെ ആയിരിക്കുമെന്ന് നടൻ തീരുമാനിച്ചത്. രജനീകാന്തും ഇപ്പോഴത്തെ ഭാര്യ ലതയും ആദ്യമായി കണ്ടുമുട്ടിയ കഥ തന്നെ രസമാണ്. അന്ന് കോളേജിൽ പഠിക്കുകയായിരുന്ന ലത കോളേജ് മാഗസിനിൽ രജനീകാന്തിന്റെ ഒരു അഭിമുഖം ചെയ്യാനായി എത്തി. 1981 ഫെബ്രുവരി 26 തിരുപ്പതിയിൽ വെച്ചായിരുന്നു സംഭവം. തില്ലുമല്ലു എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കിലായിരുന്നു താരം. ഇന്നൊരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ രജനി ലതയെ അടുത്തേക്ക് വിളിപ്പിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ ലതയോട് ഇഷ്ടം തോന്നിയ രജനീകാന്ത് അഭിമുഖം തീരുന്നതിനിടയിൽ അവരെ പ്രപ്പോസും ചെയ്തു. ലതയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകർഷണം തോന്നി. ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോട്ടെ എന്ന് വെട്ടിത്തുറന്ന് ചോദിച്ചു. മാത്രമല്ല എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും അവൾ കുലുങ്ങിയില്ല. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ആദ്യ സമാഗമം രജനി ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട് വന്ന് കാര്യം അവതരിപ്പിക്കാനാണ് ലത മറുപടിയായി പറഞ്ഞത്. അധികം വൈകാതെ രജനീകാന്ത് ലതയുടെ വീട്ടിലേക്ക് പോവുകയും അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ലതയുടെ വീട്ടുകാരും ഈ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. മാത്രമല്ല സിനിമാ മേഖലയിൽ നിരവധി ബന്ധുക്കളും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ലതയും രജനീകാന്തും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ചെന്നൈയിലെ തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബത്തിലാണ് ലത ജനിച്ചത്. ചെന്നൈയിലെ എതിരാജ് കോളേജ് ഫോർ വുമണിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. സിനിമാ ബന്ധമുള്ള കുടുംബമായിരുന്നു അവരുടേത്. തമിഴ് നാടകകൃത്തും ചലച്ചിത്ര നടനുമായ YG മഹേന്ദ്രന്റെ ഭാര്യ സഹോദരിയാണ് ലത. രജനിയുമായുള്ള ലതയുടെ വിവാഹത്തിന് ഇടനിലക്കാരനായി നിന്നതും മഹേന്ദ്രനാണ്. ഇന്ന് തമിഴകത്തെ മാതൃകാ ദമ്പതികളാണ് രജനിയും ലതയും. ഒരു സൂപ്പർ താരത്തിന്റെ ഭാര്യയായി ഒരിക്കലും ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കാത്ത വ്യക്തിത്വമാണ് ലത. പിന്നണി ഗായിക, ചലച്ചിത്ര നിർമ്മാതാവ്, കോസ്റ്റ്യൂം ഡിസൈനർ, വിദ്യാഭ്യാസ പ്രവർത്തക, ജീവകാരുണ്യ പ്രവർത്തക എന്ന നിലയിൽ പല രീതിയിലും അവർക്ക് പ്രശസ്തിയുണ്ട്. ഒരാളുടെ മുന്നിലും തലകുനിക്കാത്ത വ്യക്തിത്വമാണ് രജനീകാന്തിന്റെ. തമിഴകം അടക്കിമാണ് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കും അവരുടെ പേരിൽ അഴിഞ്ഞാടിയിരുന്ന തൊഴിൽ ശശികല അടക്കമുള്ള മന്നാർഗുഡി മാഫിയയ്ക്കും അയാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം മുൻ മന്ത്രിയും സിനിമാ നിർമ്മാതാവുമായ RM വീരപ്പന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലെ രജനീകാന്തിന്റെ വെട്ടിത്തുറന്നുള്ള പറച്ചിലിൽ തമിഴ്നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചു. പുരക്ഷി തലവിയുമായുള്ള അകൽച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണമാണ് രജനി തുറന്നു പറഞ്ഞത്. സംഭവം 1995 അന്ന് മന്ത്രി കൂടിയായിരുന്ന RM വീരപ്പൻ നിർമ്മിച്ച് രജനി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷ തിയേറ്ററുകളിൽ 100 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷവേദിയിൽ താരം നടത്തിയ പ്രസംഗമാണ് ജയലളിതയെ ചൊടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ ബോംബ് സംസ്കാരം നിലനിൽക്കുന്നു എന്നായിരുന്നു രജനിയുടെ പ്രസംഗം. സംവിധായകൻ മണിരത്നത്തിന്റെ വീടിന് നേരെയുണ്ടായ ബോംബേറിന്റെ പശ്ചാത്തലത്തിലാണ് രജനീകാന്ത് പരാമർശം നടത്തിയത്. ഈ സമയം വേദിയിൽ ഉണ്ടായിരുന്നിട്ടും എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന വീരപ്പനെ മന്ത്രിസഭയിൽ നിന്നും ജയലളിത പുറത്താക്കി. മന്ത്രി വേദിയിലിരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് രജനി പറഞ്ഞു. കുറച്ചുനാൾ ഉറക്കം നഷ്ടപ്പെട്ടു, ഇപ്പോഴും ആ വേദനയുണ്ട്. ജയലളിതയോട് ഇക്കാര്യം സംസാരിക്കാൻ ആലോചിച്ചെങ്കിലും വീരപ്പൻ തടഞ്ഞുവെന്നും രജനീകാന്ത് പറയുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ RMയെ വിളിച്ച സംഭവത്തിന് ക്ഷമ ചോദിച്ചു. പക്ഷേ മന്ത്രി ഇക്കാര്യം നിസ്സാരമായി തള്ളിക്കളഞ്ഞു. അത് മറക്കാൻ പറഞ്ഞു. പകരം സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് ചോദിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം പെരുമാറി. മുഖ്യമന്ത്രിയോട് ഇത് വിശദീകരിക്കാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ അവർ തന്റെ തീരുമാനം മാറ്റില്ലെന്ന് പറഞ്ഞു. ഇത് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവാണ്. കാരണം അന്ന് വേദിയിൽ അവസാനമായി സംസാരിച്ചത് ഞാനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും രജനീകാന്ത് പറഞ്ഞു. ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നും രജനീകാന്ത് പറയുന്നു. തന്നേക്കാൾ ഒരാൾ വളരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു ജയ. ഇരുവരും അയൽവാസികളായിരുന്നു. പോയസ് ഗാർഡൻ അടുത്തായിരുന്നു രജനിയുടെയും താമസം. തലൈവിയെ വന്നു വണങ്ങാൻ പലതവണ അവരുടെ ശിങ്കിടികൾ വന്ന് വിളിച്ചിട്ടും രജനി വഴങ്ങിയില്ല. അത് ജയലളിത ഒരു പണി കൊടുത്തു. താൻ യാത്ര തിരിക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. രജനി വഴിയിൽ കുടുങ്ങി. ഇതിന് ടിപ്പിക്കൽ രജനി സ്റ്റൈലാണ് അദ്ദേഹം മറുപടി നൽകിയത്. കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി AVM സ്റ്റുഡിയോ ലക്ഷ്യമാക്കി നടന്നു. ഒരു കടയിൽ കയറി സിഗരറ്റ് വാങ്ങി വലിച്ചു. തമിഴ് മക്കളുടെ ദൈവമായ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് റോഡരികിലൂടെ നടന്നു പോവുകയോ ജനം ആർത്തലച്ചിളകി. ഒരു പോലീസിനും ആ പാരാവാരത്തെ തടയാൻ കഴിഞ്ഞില്ല. എല്ലാ സെക്യൂരിറ്റി സംവിധാനവും തകർന്നു. ആ ആൾക്കടലിൽപ്പെട്ട് ജയലളിത 1 മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ടു. രജനി ആരാണെന്ന് അങ്ങനെ അവർ ശരിക്കും മനസ്സിലാക്കി. പിന്നെ ജയ പോയസ് ഗാർഡൻ പരിസരം പോലീസിനെ കൊണ്ട് അടപ്പിച്ചിട്ടില്ല. പക്ഷേ രജനി സിനിമകൾക്കെതിരെ അവർ നടത്തിയ പല നീക്കങ്ങളുമുണ്ട്. രജനി തിരിച്ചു.
പടയപ്പയിലെ രമ്യ കൃഷ്ണന്റെ ധിക്കാരിയായ സ്ത്രീ കഥാപാത്രം പോലും ജയലളിതയെ അനുകരിച്ചാണെന്ന് വിമർശനം വന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സിനിമയിലൂടെ രജനി ജയയുടെ ആധിപത്യത്തിനെതിരെ പോരാടി. വൈകാതെ പുരട്ചി തലൈവിക്ക് അധികാരം പോവുകയും ചെയ്തു. അന്ന് രജനി മക്കൾ മണ്ഡലത്തിന്റെ വോട്ട് പോയത് DMKയ്ക്കായിരുന്നു. ഇന്ന് തന്റെ വൃത്തികെട്ട ഭൂതകാലമെല്ലാം ഒഴിവാക്കി തീർത്തും ജെന്റിൽമാനാണ് രജനി. തീർത്തും വിനയാനുതൻ. സെറ്റിൽ ഒരു കാർത്തലും ആരോടും പരാതിയില്ല. ആരെക്കുറിച്ചും കുശുമ്പും കുന്നായ്മയും പറയില്ല. തന്റെ പേരിൽ ടോക്സിസിറ്റി പ്രചരിപ്പിക്കുന്ന ഫാൻസിനെ തടയാനും അദ്ദേഹം തയ്യാറാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലം അഭിനയിച്ചതിൽ ഒരു സിനിമ പൊളിഞ്ഞതിന്റെ പേരിൽ മുഴുവൻ വിതരണക്കാരെയും തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുടക്കിയ പണവും ഒപ്പം ₹1 ലാഭവും കൊടുത്തുവിട്ട് ലോകത്തെ ഞെട്ടിച്ച് നടന്നാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. 2002 ഇറങ്ങിയ ബാബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് രജനിയുടെ ചെയ്തികൾ സമാനതകളില്ലാത്തതായിരുന്നു. സാമ്പത്തിക ബന്ധത്തിൽ തീർത്തും സുതാര്യത പുലർത്തുന്ന വ്യക്തിയാണ് രജനിയെന്നും കോച്ചടയാൻ എന്ന ചിത്രത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ലത തിരിച്ചു നൽകിയില്ലെന്ന കേസും വന്നു. തമിഴ് മക്കൾ തരിച്ചിരുന്ന കേസായിരുന്നു അത്. പിന്നീട് അത് വ്യാജമാണെന്ന് ലത വിശദീകരിക്കുകയും ചെയ്തു. തിരക്കുകൾ ഒരിക്കലും ഇഷ്ടമില്ലാത്ത നടൻ കൂടിയാണ് അദ്ദേഹം. 2 തവണ സിനിമയിൽ നിന്ന് വിരമിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആരാധകർ അദ്ദേഹത്തെ വിട്ടില്ല. ഇപ്പോൾ സന്യാസ സൂപ്പർ സ്റ്റാർ എന്നാണ് ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇടയ്ക്കിടെ ഹിമാലയത്തിലേക്ക് പോകും. അവിടെ രജനിക്കൊരു ആത്മീയ ആചാര്യനുണ്ട്. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ നിറഞ്ഞൊരു ഗുഹയിൽ അദ്ദേഹം ധ്യാനത്തിനിരിക്കാറുണ്ട്. ബാബ എന്ന സിനിമയ്ക്ക് മാറിയ അദ്ദേഹത്തിന്റെ ആത്മീയ പാതയുടെ വഴിയാണെന്നും നിരീക്ഷണം വന്നിരുന്നു. ഇതിനിടെയാണ് രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകുന്നത്. 2020 ഡിസംബർ 3 രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു. ഡിസംബർ 31 പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും ജനുവരി മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനത്തിൽ പറഞ്ഞു. ഫാൻസ് ഗ്രൂപ്പുകളെയാണ് രാഷ്ട്രീയ പാർട്ടിയെ രൂപാന്തരപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ട് വന്നു. രജനിയുടെ പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായി BJP മുൻ നേതാവ് അർജുനമൂർത്തിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങി. കൂടാതെ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ പലർക്കും BJP പശ്ചാത്തലമുള്ള ആളുകളാണെന്ന റിപ്പോർട്ടുകൾ വന്നു. രജനീകാന്തിന്റെ ആത്മീയവാദം ഫലത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളാൽ തലൈവർ രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ചു. ഈ 75-ാം വയസ്സിലും രജനി സിനിമയിലുണ്ട്. ജയിലർ പോലെയുള്ള പാൻ ഇന്ത്യൻ ഹിറ്റുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്റെ കൊച്ചുമക്കൾക്കൊപ്പം സമയം ചെലവിടുകയാണ് രജനിയുടെ ഏറ്റവും വലിയ ഹോബി എന്നും പറയുന്നു. ഒരിക്കൽ രജനി തന്റെ കൊച്ചുമകനോട് അറിയാതെ പറഞ്ഞു പോയത്രേ, ഇങ്ങനെ മൊബൈലിൽ കുത്തുന്ന നേരത്ത് ഒരു രജനി പടം പോയി കാണടാ എന്ന്. രജനി എന്ന നടൻ ആ വ്യക്തിയെക്കാളും എത്രയോ വളർന്നു കഴിയുന്നു. 75 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വിശ്രമ ജീവിതം നയിക്കുന്ന കാലമാണ്. എന്നിട്ടും രജനി ഇപ്പോഴും സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു. 74 വയസ്സുള്ള നമ്മുടെ മമ്മൂട്ടി.